പേരും നമ്മളെ നോക്കിയിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, നിന്റെ സമയം തീരെ ശരിയല്ലല്ലോ, നിന്റെ സമയം തീരെ ശരിയല്ലല്ലോ എന്ന്. എന്താണ് നിന്റെ സമയം തീരെ ശരിയല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം എന്താണ് നിന്റെ സമയം ശരിയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് എ റീസൺ ആൻഡ് യു ഓൾസോ ഹാവ് എ റീസൺ. എവരിവൺ ഹാസ് എ റീസൺ അല്ലേ? ഐ വിൽ ഷോ യു മൈ റീസൺ. എൻ്റെ സമയം ശരിയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുക്കു ക്ലോക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട്, ഞാൻ ജനിച്ചപ്പോൾ മുതലേ കാണാൻ തുടങ്ങിയിട്ടുള്ള ക്ലോക്ക്, കുക്കു ക്ലോക്ക്. ഈ കുക്കു ക്ലോക്ക് കൊണ്ടുവന്നത് ജപ്പാനിലാണ്. ജപ്പാൻ മെയ്ഡ് സാധനമാണ്. ഇപ്പോൾ പൊടി പിടിച്ച് എൻ്റെ റൂമിലിരിക്കുന്ന ഒരു കുക്കു ക്ലോക്കാണ് ഈ ക്ലോക്ക്. ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വാതിൽ തുറന്നു കഴിഞ്ഞാൽ കുക്കു പുറത്ത് വരും, അടച്ചു കഴിഞ്ഞാൽ കുക്കു ഉള്ളിലേക്ക് പോകും. ബട്ട് ഈ രണ്ട് കുക്കു എപ്പോഴും പുറത്താണ്. ഈ കുക്കു മാത്രമാണ് അകത്തുള്ളത്. ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഈ കുക്കുവിനെ പിടിച്ചിട്ട് പുറത്തേക്ക് എടുക്കണമെന്ന്. കുക്കുവിന് സൗണ്ടൊക്കെ ഉണ്ടാവും. ആക്ച്വലി കുക്കു ക്ലോക്ക് അടിപൊളിയാണ്. കുക്കു ക്ലോക്ക് സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് അതിൻ്റെ മെയിൻ ഇൻവെൻഷൻ തുടങ്ങിയേക്കുന്നതാണെന്ന് പറയണം. ബട്ട് ഇത് സ്വിറ്റ്സർലാൻഡ് കമ്പനിയല്ല, ഇത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ്. ഇത് വിത്ത് റിതം ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതൊരു ഒന്നൊന്നര സാധനമാണ്. ഇതേപോലത്തെ ക്ലോക്ക് എനിക്ക് തോന്നണില്ല ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. ആൻഡ് വി ട്രൈ ടു റിപ്പയർ ദിസ് ക്ലോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വി ട്രൈഡ് മെനി പ്ലേസസ് ടു ഈ ക്ലോക്ക് എങ്ങനെയൊക്കെ വർക്കാക്കാൻ ഞാൻ കുറേ നോക്കി. ഞാനല്ല, ഡാഡി കുറേ നോക്കി. ബട്ട് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല എഞ്ചിനീയേഴ്സിനെ കൊടുത്തിട്ട് ചോദിക്കേണ്ടി വരും ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന്. ബിക്കോസ് ഇറ്റ്സ് വെരി, എന്താ പറയുക, ഡോറ് തുറന്നു വരിക, അടച്ചു വരിക, ഡോറ് തുറന്നു വരിക, അടയ്ക്കുക, ഇതൊക്കെ വെരി വെരി കോംപ്ലിക്കേറ്റഡ് ആക്ച്വലി. ഇത് എനിക്ക് തോന്നുന്നു വലിയ എഞ്ചിനീയർ ആയിട്ടുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ആർക്കെങ്കിലും മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് എഞ്ചിനീയർ അല്ലാത്ത നമ്മളൊക്കെ ഇതെങ്ങനെ പറയും, ഇതെങ്ങനെ വർക്കിംഗ് ആക്കും? നോ ഐഡിയ. സോ ലാസ്റ്റ് ഇതൊരു മ്യൂസിയം പീസായിട്ട് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമിൽ കയറുന്നവർക്ക് എൻ്റെ ഈ കുക്കു ക്ലോക്ക് കാണാം. ഓക്കെ. ആൻഡ് ടുഡേ ഞാനൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് കസിൻസിൻ്റെ വീട്ടിൽ പോയി. കുറച്ച് പേരൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന്. സോ വീഡിയോസ് കാണുന്ന അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് തന്നു നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് ഞാൻ ഷോപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെയിൻറ്റ്, ബ്രഷൊക്കെയാണ് ഞാൻ ഒന്ന് ഷോപ്പ് ചെയ്തത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈലൈറ്റ് ഹണ്ടിങ് ഡോഗായ ബോബി പാർക്കർ എഫക്സ് അൾട്ടിമ കൊണ്ടുവന്നിരിക്കുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യം പണ്ട് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് ഇതൊരു വെതർ പ്രൂഫാണ്. ഈ വെതർ പ്രൂഫിൻ്റെ ഒരു പെയിൻ്റാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോണത്. ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട് ഇതൊരു ഫേഷ്യൽ ബോഡി ഹൈലൈറ്റ് ഇലിമിനേറ്റർ ആണ് ഈ സാധനം. ഞാൻ എന്താ ചെയ്യാൻ പോണേ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്.